ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീന വല്യപ്പച്ചനോട് ഫയർ ചെയ്യുന്നുണ്ട്. വല്യപ്പച്ച, എന്തിനാ അപ്പച്ചൻ കുടിക്കുന്നത്, ലാലിച്ചൻ എന്തിനാ കുടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെ കുറേ കറുത്ത പട്ടികൾക്കിടയിൽ ഇപ്പം ഒരു വെളുത്ത പട്ടി, അത്രയേ ഉള്ളൂ ഞാൻ എന്ന് വല്യപ്പച്ചനോട് പറയും. അലീനയുടെ ഈ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് വല്യപ്പച്ചൻ ഭയങ്കരമായിട്ട് ചിരിക്കും. എന്നിട്ട് പറയും, എൻ്റെ ചിന്നമ്മ ഇതുപോലെയായിരുന്നു, സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിന്നമ്മ ഇതുപോലെ കോമഡി പറയുന്നത്. എന്നിട്ട് അലീന കറിയിച്ച് പോയി ഇരിക്കും കട്ടിലേൽ. അപ്പോൾ അപ്പച്ചൻ പറയും, മോളെ വിഷമിക്കണ്ട, മോൾ കിടന്നുറങ്ങുക, ലാലിച്ചിൻ്റെ കുടിയൊക്കെ നമുക്ക് നിർത്തിക്കാം എന്ന് പറയും. എന്നിട്ട് പിന്നെ വല്യപ്പച്ചനാണെങ്കിൽ ഡോറൊക്കെ അടച്ചിട്ട് അങ്ങ് പോകും. അത് കഴിഞ്ഞ് നമ്മൾ കടപ്പാട്ടൂരാണെങ്കിൽ രോഹിത് കിടക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ബബിയെ ഫോൺ ചെയ്യും. എന്നിട്ട് ബബിതയോട് പറയും, നീ റൂമിലോട്ടൊന്ന് കയറുക. അപ്പോൾ ബബി ചോദിക്കും, എന്താ തമ്പുരാന് താപ്പോട്ട് ഇറങ്ങി വരാൻ വയ്യേ? അപ്പോൾ പറയും, നീ പറയുന്നത് കേൾക്ക്, നീ ഇങ്ങോട്ട് വാ, ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കും. പിന്നെ ബബി കയറി വരും. ബബി കയറി വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കും. എന്നിട്ട് പറയും, നീ ഉച്ചയ്ക്ക് അങ്ങനെ ഷൗട്ട് ചെയ്തത് ശരിയായില്ല, നീ അമ്മയോട് അങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, നിന്നോട് അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ നീ സംസാരിക്കില്ല എന്ന്. അമ്മയ്ക്കൊപ്പം നിന്ന് നീയും അങ്ങ് സംസാരിച്ച്. അന്നേരം ഞാൻ സംസാരിക്കണമെന്നൊന്നും വിചാരിച്ചതല്ല, പിന്നെ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ സംസാരിച്ചതാണ്. അപ്പോഴാണെങ്കിൽ അച്ഛനും അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടു. അച്ഛൻ്റെ മുഖമൊക്കെ ഒന്ന് കാണും, അച്ഛൻ്റെ കണ്ണൊക്കെ അങ്ങ് ചുമന്ന് വല്ലാത്തൊരു ഇതായിരുന്നു. അച്ഛൻ ദേഷ്യം പിടിച്ചമർത്തി പിന്നെ അച്ഛൻ മേപ്പോട്ട് കയറിപ്പോയത്. ഇപ്പം അമ്മയുടെ വിചാരം അമ്മ ഒറ്റയ്ക്കാണ്, നമ്മളെല്ലാവരും ഒരു കെട്ടാന്നുള്ള രീതിയിലാണ് അമ്മ ചിന്തിക്കുന്നത്. അമ്മ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി, നമ്മളോട് എതിർത്ത് സംസാരിക്കുമ്പോൾ അമ്മ ഒറ്റപ്പെടുകയോ ചെയ്യുന്നത് എന്ന് പറയും. ഇനി നീ അങ്ങനെയൊന്നും സംസാരിക്കില്ല, അമ്മയ്ക്കെതിരായിട്ടൊന്നും സംസാരിക്കാൻ പോകണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് രോഹിത് പറയും. എന്നിട്ട് അവളെ ഉപദേശിക്കും. ബബിതയാണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കും, ഒരു കാര്യം ചോദിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ എന്നാ വേണ്ട എന്ന് പറയും. അപ്പം അല്ലടി, നീ എന്താന്ന് പറ, ചോദിക്കും. അച്ഛൻ എന്താ മേലിൽ നിന്ന് താഴത്തെ റൂമിൽ പോയി കിടക്കാത്തത്? അപ്പം പറയും, അലീന ചേച്ചി ഉള്ളപ്പോൾ അച്ഛനെ അമ്മ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടില്ലയോ, ആ ഒരു ദേഷ്യമൊക്കെ വെച്ചാൽ അച്ഛൻ ചിലപ്പോൾ മേലിൽ കിടക്കുന്നതായിരിക്കും. അച്ഛനോട് എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ അമ്മ, അപ്പോൾ ആ ഒരു ഇതൊക്കെ വെച്ച് അച്ഛൻ്റെ മനസ്സിൽ കാണും, അതുകൊണ്ടായിരിക്കും. അതൊന്നും കാര്യമൊക്കെ ഉണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അവർ മാറ്റിക്കോളും എന്നൊക്കെ പറയും. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ശരിയാവും എന്നൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. എന്തേലും ആട്ടെ, നീനും പോയി കിടക്ക്, നീ അമ്മയ്ക്കെതിരെ പറയാനൊന്നും നീ പോകരുത്, നീ എന്നാൽ പോയി കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞു വിടുക. എന്നിട്ട് ബബി മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണെങ്കിൽ നമ്മുടെ വൈജാമ്മയുടെ അവിടെ നിൽപ്പുണ്ട്. സ്റ്റെയർ ഇറങ്ങി താഴെ വന്നു കഴിയുമ്പം വൈജാമ്മയുടെ ലൈറ്റ് ഇടുമ്പോൾ അവൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടും. അന്നേരം ചോദിക്കും, ഇതെന്തുവാ, മനുഷ്യരെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അന്നേരം പറയും, എന്താ കള്ളത്തരമുള്ളവർക്ക് വെട്ടം ഇഷ്ടമല്ല, ഇരുട്ടാ ഇഷ്ടം, നീ എന്തിനാ മേളിൽ പോയെ? അന്നേരം പറയും, അത് രോഹിതരുടെ റൂമിൽ പോയെ. എന്തോ നീ ഇത് സംസാരിക്കാൻ പോകും, എന്തോ സംസാരം, രാത്രി കിടക്കാൻ നേരം പ്രായമായ പെണ്ണ്, കല്യാണപ്രായമായ ചെറുക്കൻ്റെ റൂമിൽ എന്തിനാണ് കയറിപ്പോയത് സംസാരിക്കാൻ? നിങ്ങൾക്ക് പകൽ സംസാരിച്ചാൽ പറ്റത്തില്ലേ, അവൻ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ബബിക്കും ദേഷ്യം വരും. ബബി പറയും, അതെൻ്റെ സഹോദരനല്ല, ആങ്ങളെയും പെങ്ങളോട് സംസാരിക്കാൻ പാടില്ലേ. അന്നേരം ആങ്ങളെയും പെങ്ങളും ആകുമ്പോൾ കുറച്ച് അകലം വെക്കണം എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എത്രമാത്രം അകലം വെക്കണം, അമ്മ കൊല്ലപ്പള്ളി സഹോദരന്മാരുടെ ഇടയിൽ എത്രമാത്രം അകലമാണ് വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ബബി ഇങ്ങനെ ദേഷ്യം, എന്തൊരുമോനെ വെച്ച് സംസാരിക്കുന്നത്, ആങ്ങളെയും പെങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കും. ആങ്ങളുടെ മുറി രാത്രിക്ക് ചെന്ന് ഇരുന്ന് സംസാരിച്ചെങ്കിൽ എന്തോ സംഭവിക്കുന്നത്, ഏതെങ്കിലും ആണുങ്ങളുടെ എന്തെങ്കിലും പണി കിട്ടിക്കാണും, അതുകൊണ്ടായിരിക്കും എന്ന് ബബി പിറുവിറുത്തോണ്ട് അങ്ങ് പോകും. അപ്പോൾ ചോദിക്കും, നീ എന്തോടി പറയുന്നത്, പറഞ്ഞപ്പോൾ കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബബി അങ്ങ് റൂമിൽ കയറി കഥകളി കഴിഞ്ഞിട്ട് റൂമിൽ ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അലീനെ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് കോൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് അലീന ഇങ്ങോട്ട് വിളിക്കും. അപ്പോൾ പിന്നെ അലീനോട് പറയും, ഇന്നൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ കാരണം ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായി, ഇവിടെ സെർവൻറ്റിനെ വെച്ച് അതിന് ഞാൻ എതിർത്ത് സംസാരിച്ച് അമ്മയോട്. അച്ഛനാണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് വെളിയിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നപ്പം അമ്മ അത് ചോദ്യം ചെയ്തു, അതിന് ഞാൻ മറുപടി കൊടുത്തു, അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയും. നീ ഇങ്ങനെ എടുത്തടിച്ച പോലെ സംസാരിക്കരുത്, അമ്മയോട് എതിർക്കാൻ പോകരുത് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ നിങ്ങൾ 4 പേരും ഇപ്പോൾ ഒറ്റക്കെട്ടും മാഡം ഇപ്പോൾ ഒറ്റയാന്നുള്ള ചിന്തയാണ് ഉള്ളത്. അപ്പം സ്ഥാപിക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും ആ അധികാരത്തോടു കൂടി ഇരിക്കണമെന്നുള്ള വിചാരമാണ്. നിങ്ങളിപ്പോൾ 4 പേരും ഒറ്റക്കെട്ടായപ്പോൾ ഇനി നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ് മാഡത്തിൻ്റെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് ഇങ്ങനെ വഴക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹം കൊണ്ട് മാഡത്തിനെ നിങ്ങളുടെ കൂട്ടത്തിലാക്കുക ചെയ്യണ്ടേ എന്ന് പറയും. അന്നേരം പറയും, അതൊന്നും നടക്കത്തില്ല അലീന ചേച്ചി, സ്നേഹം കൊണ്ടൊന്നും അമ്മ അങ്ങനെ നിൽക്കത്തുമില്ല എന്ന് പറയും. അമ്മയ്ക്ക് വാശിയാണ്, പണ്ട് മുതലേ അമ്മ ഇങ്ങനെ ആജ്ഞാപിക്കുകയും അമ്മയുടെ ഇഷ്ടത്തിന് ഇങ്ങനെ
എല്ലാവരും നിൽക്കണം, അമ്മ ഇങ്ങനെ എല്ലാവരെയും കുറ്റം പറയും, അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കത്തുമില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അമ്മ. പണ്ട് മുതലേ അമ്മ ഇങ്ങനെ. ഇനി ഇത് ശരിയാവുമെന്നൊന്നും അറിയത്തില്ല അലീന ചേച്ചി. എനിക്ക് വല്ലാത്ത വിഷമം വരുന്നു. എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങി എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ അങ്ങ് തോന്നുന്നു എന്നൊക്കെ അലീനയോട് ബബി പറയും. അപ്പോൾ അലീന പറയും, എന്താ മോളെ ഇങ്ങനെ, നീ കിടന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കുവോ. എന്നാൽ മോൾ അവിടോട്ട് മുമ്പിൽ കിടന്നേ, അന്ന് ഞാൻ കിടക്കാം, എന്നിട്ട് കിടന്നുറങ്ങിക്കേ മോള്. അരിക്കയുണ്ട്, ഞാൻ അരിക്ക മോളെ കെട്ടിപ്പിടിച്ച് കിടക്കുക, മോളവിടെ കിടന്നുറങ്ങിക്കേ. അപ്പോൾ പിന്നെ ബബി ഒക്കെ എടുത്ത് പുതച്ച് കിടന്നിട്ട് എന്നിട്ട് പറയും, ഫോൺ വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് ബബി അങ്ങ് ഉറങ്ങും. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. വരാനുള്ള എപ്പിസോഡിലൊക്കെ നമ്മുടെ വല്യപ്പച്ചൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ആകരുത്. നിനക്കെന്തെങ്കിലും പറ്റിയാൽ, നീ വീണ് പോയി കഴിഞ്ഞാൽ അവൾക്ക് ആരുമില്ല അലീനയ്ക്ക്. നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യയും മക്കളും കൂടെ വന്ന് അവളെ ഇവിടുന്ന് അടിച്ചിറക്കും. നീ അവൾക്ക് വേണ്ടി നീ കുടി നിർത്തണം. മദ്യം കഴിക്കാതിരിക്കാൻ വേണ്ടി സ്റ്റാൻലിയെ വല്യപ്പച്ചൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വരും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.